ഗായത്രി, അവള് പിന്നെ. നമസ്കാരം. ആ എന്താ ഇങ്ങോട്ട് വന്നേ? ബാങ്ക് ലോണോ മറ്റോ ആണെങ്കിൽ അത് ഓഫീസിൽ നിന്ന് സംസാരിച്ചാൽ മതി. വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അല്ല, ഞാനൊരു വേളിക്കാര്യം സംസാരിക്കാനാ വന്നത്. സാറിന്റെ മകൾക്ക് വേണ്ടി. എന്റെ അനന്തരവനാണ് ആലോചന. ആർക്ക്? ശ്രീക്കോ? അതെ, ശ്രീരാജിന് തന്നെ. ജാതക പൊരുത്തം കൊള്ളാം, നല്ല ചേർച്ചയാ. നാരായണ സാർ എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ? അല്ല വേണ്ട, ചായ ഇപ്പൊ ആരാണ് കഴിക്കുന്നത്? സംഭാരം ആയാലെന്താ? ആയിക്കോട്ടെ. ആ ഗായത്രി, സംഭാരം കൊണ്ടുപോ. ഓ, അപ്പൊ ഇതിനാണ് അവളുടെ ജാതകം വാങ്ങിയതല്ലേ? പൊരുത്തം നോക്കിയിട്ട് പറയാന്ന് കരുതി. നല്ല പൊരുത്തം. ആഹാ. പിന്നെ എന്തു പൊരുത്തം? ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടില്ലേ, ജാതക പൊരുത്തത്തെക്കാൾ ശ്രേഷ്ഠം മനപ്പൊരുത്താണെന്ന്. അവന് കുട്ടിയെ നന്നായി ബോധിച്ചു. ഇനി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാ. ശ്രീരാജിനെ പോലെ ഒരാളെ കിട്ടുമെന്ന് അവിടെ ഭാഗ്യമല്ലോ. അല്ല, കുട്ടിയുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അറിയിച്ചാ മതി. അതിപ്പോ ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിട്ടുള്ളേ. അത് ശരിയാ, എല്ലാ നല്ല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാ. മാത്രമല്ല, ശ്രീയെപ്പോലൊരു ചെക്കനെ ഏത് പെൺകുട്ടിയാ വേണ്ടാന്ന് വെക്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അവരെയും കൂട്ടി ഇങ്ങ് വരാം. ഉച്ച തിരിഞ്ഞ് വല്ല അസൗകര്യം ഉണ്ടോ? എന്താ സൗകര്യം? നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. സംഭാരം അസലായി. മോളെ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വൈകിട്ട് നീ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ലേ? എനിക്കാരും കാണണ്ട. അല്ല, നീ ഒന്ന് കണ്ടിട്ടെന്താ? അമ്മയ്ക്കും തുടങ്ങിയോ കുഴപ്പം? ആരും വരണ്ട എന്നെ കാണാൻ. വരണ്ടാന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം. മോളി പയ്യനത് കണ്ടു നോക്ക്. നല്ല പയ്യനാ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാശുകാരാ. അത് പോട്ടെ, നല്ല സ്വഭാവം, ആവശ്യത്തിന് വിദ്യാഭ്യാസം, അതിലുപരി കാണാൻ സുന്ദരനാ. ആര് കണ്ടാലും കുത്തിക്കൊണ്ടു പോകും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ നീ കാണാൻ പോവല്ലേ? കാണുമ്പോ നീ അന്തിച്ച് നിൽക്കും. വളർത്തു ദോഷം അല്ലാതെന്താ? എന്താ, എന്റെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റാണ്.